ആചാര്യ ടി വി ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ജ്യോതിഷ വിഷയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയുന്ന ജ്യോതിഷ വിഷയം, ഇത് നട്ടാൽ വീട്ടിൽ ഐശ്വര്യം വന്നു ചേരും. ഇത് നട്ടാൽ വീട്ടിൽ ഐശ്വര്യം വന്ന് ചേരും. എന്ത് നട്ടാൽ? അതാണ് ആ കാര്യമാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. തുളസിച്ചെടി. തുളസിച്ചെടി നട്ടാൽ വീട്ടിൽ ഐശ്വര്യം വരും, ഇല്ലേ? പണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ വീടുകളിലൊക്കെ ഒരു പുതിയ വീട് വെച്ചാൽ അവിടെ ഒരു തുളസിത്തറ ഉണ്ടാവും, ഇല്ലേ? ഇന്ന് കാലം പോയി, തുളസിത്തറയൊക്കെ മാറിപ്പോയി. മിക്ക വീടുകളിലും തുളസിത്തറ ഇല്ല. പണ്ടുള്ള തറവാട് വീടുകളിലോ അല്ലെങ്കിൽ അതേപോലെയുള്ള പുതിയ വീടുകളൊക്കെ ഒക്കെ തുളസിത്തറ ഒരു സംഭവമായിരുന്നു. ഇന്ന് അതൊന്നുമില്ല. പക്ഷേ തുളസിത്തറയിൽ തുളസി തറ വെട്ടി ഒരു തുളസിച്ചെടി വെച്ചാൽ ആ വീട്ടിൽ ലക്ഷ്മി സാന്നിധ്യം ഉണ്ടാവും. തുളസി എന്ന് പറഞ്ഞാൽ ലക്ഷ്മിയാണ്. അപ്പൊ ലക്ഷ്മി സാന്നിധ്യം ഉണ്ടാകും തുളസിച്ചെടി നട്ടാൽ. പണ്ട് കാലത്ത് ഒട്ടുമിക്ക വീടുകളിലും ഉണ്ടായിരുന്നല്ലോ ഇത്. ഇപ്പൊ ഫ്ലാറ്റ് സംശയങ്ങളും അതേപോലെ തന്നെ കൂട്ടുകുടുംബങ്ങളിൽ നിന്നുള്ള കൂട്ടുകുടുംബ വ്യവസ്ഥിതിയൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ അണുകുടുംബങ്ങളായി മാറി. അവിടെയൊന്നും തുളസി നടാനോ അതിനുള്ള സൗകര്യങ്ങളോ പലവർക്കും വന്നൊന്നും വരില്ല. തുളസി ചെടിയുടെ ശിഖരം നോക്കി ഫലം പറയുമായിരുന്നു പണ്ട് കാരണന്മാർ. നമ്മുടെ കുടുംബത്തിലുള്ള കാരണന്മാർ പലരും അവർക്ക് ഇങ്ങനെയുള്ള ചില ശാസ്ത്രീയ വശങ്ങൾ അറിയാമായിരുന്നു. തുളസിച്ചെടിയുടെ ശിഖരങ്ങൾ, അത് ഏത് പല ഭാഗത്തേക്കും ശിഖരങ്ങൾ പോവുമല്ലോ. വലത്തോട്ടും ഇടത്തോട്ടും പുറകിലോട്ടും മുന്നോട്ടും ഒക്കെ, അതായത് തെക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാട്ട് കിഴക്ക്, ഇങ്ങനെ ശിഖരങ്ങൾ തുളസിച്ചെടി. അപ്പൊ ആ ഭാഗത്തേക്ക് പോകുന്ന തുളസിച്ചെടിയുടെ ആ ശിഖരങ്ങൾക്ക് എന്തെങ്കിലും വിധത്തിൽ ഉണക്കോ അല്ലെങ്കിൽ ഒരു വാട്ടമോ എന്തെങ്കിലും സംഭവിച്ചാൽ തീർച്ചയായിട്ടും ആ പ്രദേശത്ത് അല്ലെങ്കിൽ ആ ഭാഗത്ത് ഒരു നാശങ്ങളോ അതേപോലെ ഏതെങ്കിലും ബുദ്ധിമുട്ടുകളോ ആ സ്ഥലത്തുണ്ടാകും എന്ന് കാരണന്മാർ പണ്ടേ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. തുളസിയില ശിഖരങ്ങൾ നോക്കി ഫലം പറയാൻ അവർക്ക് കഴിയും. അതേപോലെ തന്നെ തുളസിത്തറയിൽ വിളക്ക് വെക്കുന്നത് വളരെ ഐശ്വര്യമായ ഒരു കാര്യമാണ്. മഹാലക്ഷ്മിയെ നമ്മ വീട്ടിലേക്ക് ക്ഷണിക്കുന്നതിന് തുല്യമാണ്. തുളസിത്തറയിൽ വിളക്ക് വെച്ചാൽ, സന്ധ്യാവിളക്ക് വെച്ച് തുളസിത്തറയിൽ, ചിലർ സന്ധ്യാവിളക്ക് മാത്രമല്ല അതിരാവിലെയും തുളസിത്തറയിൽ വിളക്ക് വെക്കും. നേരം പുലരുന്ന ആ ടൈമിൽ കുളിച്ചു തൊഴുത് മുറ്റോടി എല്ലാവരും കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞ് തുളസിത്തറയിൽ വിളക്ക് വെക്കുന്ന സ്ഥിതിവിശേഷമൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന ഇനി രാവിലെ ചെയ്തില്ലെങ്കിലും സന്ധ്യാവിളക്ക് തുളസിത്തറയിൽ വെക്കാറുണ്ടായിരുന്നു. അതും വളരെ നല്ല ഒരു വീട്ടിൽ ഐശ്വര്യം വന്നു ചേരാനായിട്ടുള്ള ഒരു നല്ല കാര്യമാണ്. ആ തുളസിയിൽ ദീപം വെക്കുമ്പോൾ, തുളസിത്തറയിൽ ദീപം വെക്കുമ്പോൾ ഒരു കിണ്ടിയിൽ വെള്ളവും കൂടി വെക്കും. എന്താ കിണ്ടിയിൽ വെള്ളം വെക്കുന്നത്? എന്തിനു വേണ്ടിയാ? വെള്ളം രശ്മിക്ക് കാല് കഴുകി നമ്മളുടെ വീട്ടിലേക്ക് കയറാൻ വേണ്ടിയാണ്. അല്ലാതെ അവിടെയുള്ള വെള്ളം വെച്ച് അല്ലെങ്കിൽ ആ വെള്ളം ഇത്തിരി തുളസിയിലേക്കും ചെടിയിലോട്ട് ഒഴിക്കും. അത് കഴിഞ്ഞ് ആ തുളസിയുടെ ആ മുമ്പിൽ തന്നെ ആ ദീപത്തിൻ്റെ അടുത്ത് വിളക്കും. ഈ വിളക്കിനോടൊപ്പം ഇതും വെക്കും, കിണ്ടിയും വെക്കും. എന്താ നല്ല വീടിൻ്റെ വാതിക്കൊക്കെ പണ്ട് കാലത്ത് ഒരു കിണ്ടിയും വെള്ളം ഉണ്ടാവും, ഇല്ലേ? എന്തിനാണ്? വരുന്നവർക്ക് കാല് കഴുകി അകത്തോട്ട് കയറുന്നതിന് വേണ്ടിയാണ്. അപ്പൊ അശുദ്ധമായ കാലം കഴുകി ശുദ്ധമാക്കിയിട്ട് അകത്ത് കയറാൻ വേണ്ടിയാണ്. അപ്പൊ അതേപോലെ തന്നെ ലക്ഷ്മി ദേവിയെയും കാല് കഴിച്ച് കയറ്റാൻ വേണ്ടിയാണ് ആ കിണ്ടിയിൽ വെള്ളം വെച്ച് ആരാധിക്കുന്നത്. അതേപോലെ തന്നെ ചെടി ലക്ഷ്മി സാന്നിധ്യമുള്ള കാര്യമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. തുളസി ചെടി ലക്ഷ്മി സാന്നിധ്യമുള്ള ചെടിയാണ്. അപ്പൊ അത് വീട്ടിൽ നട്ടാൽ ഐശ്വര്യം വരും. അത് പ്രത്യേകിച്ച് കിഴക്ക് ഭാഗത്ത് നട്ടാൽ, അല്ലെങ്കിൽ കിഴക്ക് ഭാഗത്ത് സ്ഥലമില്ലാത്തവർക്ക് വടക്ക് കിഴക്ക് ഭാഗത്ത് നടാം. വടക്ക് കിഴക്ക് ഭാഗത്ത് തുളസി ചെടി നട്ടാൽ അതും നേട്ടങ്ങൾ ഉണ്ടാവും, കുടുംബത്തിൽ ഐശ്വര്യം വരും. കൂടാതെ ചെത്തിച്ചെടി, മഞ്ഞച്ചെത്തി, ചുവന്ന ചെത്തി, ഇതൊക്കെ വീടുകളിൽ നട്ടാൽ, ചെത്തിച്ചെടി
ഇപ്പൊ ചെത്തിയൊന്നും ഇല്ല, പല കുടുംബങ്ങളിലൊന്നും കാണുന്നില്ല. ചെത്തിയൊക്കെ വളരെ അപൂർവമാണ് ഇപ്പൊ. ചെത്തിച്ചെടി പണ്ട് നല്ല നല്ല ചെത്തി, അശോക ചെത്തി, അങ്ങനെയൊക്കെയുള്ള ചെത്തി പൂക്കൾ ഉണ്ടായിരുന്നു. ഇപ്പൊ വളരെ അപൂർവമായിട്ടാണ് ചെത്തി പൂക്കൾ കാണുന്നത്. പൂക്കളെ ചെല്ലണം ചെത്തിപ്പൂക്ക് കാണണമെന്നുണ്ടെങ്കിൽ. അപ്പൊ ചെത്തി നല്ല ഇതാണ്. അപ്പൊ ചുവന്ന ചെത്തി, മഞ്ഞ ചെത്തി, ഇതെല്ലാം വെച്ച് പിടിപ്പിക്കുന്നത് നല്ല കാര്യമാണ്. ഈ മഞ്ഞ ചെത്തി എന്ന് പറഞ്ഞാൽ വിഷ്ണു സാന്നിധ്യമാണ്. ചുവന്ന ചെത്തി എന്ന് പറഞ്ഞാൽ ദേവി സാന്നിധ്യമാണ്. ചുവന്ന ചെത്തിയിൽ ചുവന്ന ചെത്തിപ്പൂക്കളിൽ ദേവി സാന്നിധ്യമുണ്ട്, മഞ്ഞപ്പൂക്കളിൽ വിഷ്ണു സാന്നിധ്യമുണ്ട്. അപ്പൊ അത് നമ്മളുടെ കുടുംബത്തിൽ നട്ടാൽ വളരെയധികം ശ്രേയസ് ഉണ്ടാവും. പിന്നെ മുറ്റമില്ലാത്തവർക്ക് ഇപ്പൊ ഇതൊക്കെ പറഞ്ഞ് ഇദ്ദേഹം ഇതൊക്കെ പറയുന്നുണ്ട്. ഈ മുറ്റമില്ലാത്തവർ ഇതെന്താ ചെയ്യേണ്ടതെന്ന് ഇല്ലേ? ഇപ്പൊ മിക്കവർക്കും ടൈലൊക്കെ ഇട്ട് മുറ്റമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ എന്താ ചെയ്യേണ്ടത്? അപ്പൊ അവർക്കൊരു ചെടിച്ചട്ടിയെങ്കിലും വാങ്ങാമല്ലോ. ആ ചെടിച്ചട്ടിയിൽ വാതുക്ക അവർക്ക് ഒരു തുളസി നട്ട് അതിന് ദിവസവും വെള്ളമൊഴിച്ച് ആ തുളസി കതിര് ദിവസവും അതിൽ വരുന്ന ആ തുളസി കതിരിനെ പരിപാലിച്ച് ഒക്കെ മുന്നോട്ട് പോയാൽ കുടുംബത്തിൽ സർവൈശ്വര്യങ്ങൾ വരും. തുളസി ഒരു കുടുംബത്തിൽ നല്ല ഒരു ഐശ്വര്യം കൊണ്ടുവരുന്ന ഒരു ചെടിയാണ് തുളസി ചെടി. ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. ഹിന്ദു ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അടിസ്ഥാനമാക്കിയുള്ള കൂടുതൽ വീഡിയോകൾ കാണുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.